ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കഴിഞ്ഞ ദിവസമായിരുന്നു സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായത്. അതാകട്ടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ്. അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ആ അഭിമുഖത്തിൽ സുകുമാരൻ നായർ കോൺഗ്രസിന് നേരെ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടി, ഹൈന്ദവ വോട്ടുകൾ എന്നത് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് സുകുമാരൻ നായരെ ശരിവെക്കുകയാണ്. കോൺഗ്രസിന് നിലപാടില്ല എന്നതാണ് സത്യം. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം, ഒന്നുകിൽ അനുകൂലിക്കണം അല്ലെങ്കിൽ എതിർക്കണം. അതിന് ശേഷിയില്ല എന്ന് പറയുമ്പോൾ അതും ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസം കൂടിയാണ് ശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും ദിവസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ആംബിയൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെയാണ് ഹൈന്ദവ സംഘടനകളിലെ പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ, നായർ വിഭാഗവും ഈഴവ വിഭാഗവും, ഇപ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്നത്. അല്ല, ഈഴവ വിഭാഗം എന്ന് പറയേണ്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നോക്കൂ, അദ്ദേഹം അങ്ങനെയുണ്ടോ? അല്ലല്ല, ഞാൻ പറയാലോ അഭിലാഷ്. അല്ല, ഈഴവ വിഭാഗം നായർ വിഭാഗത്തെ താങ്കൾ ഒന്നായി കാണുന്നു? അല്ല, ഒന്നായി അല്ലല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം നിലപാടിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുടുംബം ഒന്നടങ്കം ഇറങ്ങി വീട് കയറി വോട്ട് ചോദിച്ച ആളാണ് ശ്രീ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ കുടുംബവും. അപ്പൊ നിലപാടുകളെ പറ്റിയൊക്കെ അദ്ദേഹം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ മാത്രമുള്ള കഴിവ്. അല്ല, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, എന്നെ അകത്താക്കാൻ നോക്കിയവരാണ് കോൺഗ്രസ്സുകാർ, അപ്പോ കോൺഗ്രസ്സുകാരെ ഞാൻ വീട്ടിനകത്താക്കേണ്ടതുണ്ടോ എന്ന്. ഇന്ന് ഹൈക്കോടതിയുടെ റൂളിംഗ് പ്രകാരം അന്വേഷണത്തിൽ നിന്ന് മാറ്റിയ ഉദ്യോഗസ്ഥനെ തിരിച്ച് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് മൈക്രോ ഫിനാൻസിൽ. അതുകൂടി ഒന്ന് പഠിക്കുന്നത് നന്നാണ്. അല്ല, പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് വസന്തം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് ഈ KPCC ചില വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല നേതാക്കളും രഹസ്യമായി തന്നെ വന്ന് കാണാറുണ്ട് എന്നാണ് പറയുന്നത്. KPCC യാതൊരു വിലക്കും ആർക്കും ഏർപ്പെടുത്തിയിട്ടുമില്ല. ഒരു സാമുദായിക നേതാക്കളെയും ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടുമില്ല. ഇനി NSSുമായി ബന്ധപ്പെട്ടും ഇപ്പോ NSS ജനറൽ സെക്രട്ടറി ആദ്യമായാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. എന്തെങ്കിലുമൊക്കെ പരിഭവങ്ങൾ സാമുദായിക നേതാക്കന്മാർക്ക് ഉണ്ടെങ്കിൽ അവരെ അതുകൂടി ഓൺ ചെയ്യുന്ന, അതുകൂടി കേൾക്കുന്ന സമീപനമാണ് എല്ലാ കാലത്തും UDFനുള്ളത്. ഇനിയും അതുണ്ടാകും. പക്ഷെ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി വിജയനും കൂട്ടരും ശബരിമലയുടെ മുകളിലേക്ക് ചെന്നാൽ അവിടെ തത്വമസി എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് തത്വമസി? അത് നീയാകുന്നു. അപ്പൊ അയ്യപ്പൻ അവിടെ എത്തുന്ന പിണറായി വിജയനോട് പറയും, ഈ ശബരിമല തകർക്കാൻ ശ്രമിച്ചത് ആരാണ്? തത്വമസി. ഈ ശബരിമലയിലെ ആചാര ലംഘനങ്ങളെ തകർത്തതാരാണ്? തത്വമസി. ഈ ശബരിമലയിൽ ഏതോ ഒരു കോടതി വിധിയുടെ പേരിൽ ഉടനെ ചാടിപ്പുറപ്പെട്ട് വിശ്വാസമില്ലാത്ത ബിന്ദു അമ്മണി അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരെ, സോക്കോൾഡ് ലെഫ്റ്റ് ആൾക്കാരെ ഇറക്കി അവിടെ പോലീസ് സംരക്ഷണം കൊടുത്ത് അവിടുത്തെ അയ്യപ്പ ഭക്തരെ, പ്രതിഷേധക്കാരെ തല്ലി ചതച്ചതാരാണ്? തത്വമസി. അത് നീയാകുന്നു. ഏറ്റവും ഒടുക്കം ഇപ്പോ ഇലക്ഷൻ അടുത്ത സമയത്ത് എന്തോ പെട്ടെന്നൊരു വെളിപാടുണ്ടായ കണക്കിന് എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നവരാണ്. അതും തത്വമസി, അതും നീയാകുന്നുവെന്ന് അയ്യപ്പൻ ശബരിമലയിൽ നിന്ന് പിണറായി വിജയനോട് പറയും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, അപ്പോഴും ശ്രീ വസന്ത്, എന്റെ സംശയം, അന്ന് താങ്കൾ ഈ സൂചിപ്പിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അവിടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയവരിൽ വലിയൊരു വിഭാഗം അത് NSS വിഭാഗത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു എന്ന് താങ്കൾക്കും ബോധ്യമുണ്ടാകുമല്ലോ. അന്ന് സുകുമാരൻ നായർ അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ എന്തായിരുന്നു എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എങ്ങനെയാണ് ആ നിലപാട് മാറിയത്? സുകുമാരൻ നായർ എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു, വേണമെങ്കിൽ ഈ സർക്കാരിന് ശബരിമലയിലെ യുവതി പ്രവേശനത്തെ തുടരാമായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അവസരം സൃഷ്ടിക്കാമായിരുന്നു. അത് സൃഷ്ടിച്ചില്ല. പാരമ്പര്യത്തെ കൈവിടാതെ സൂക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, സുകുമാരൻ നായർക്ക് സർക്കാരിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണ മാറിയെങ്കിൽ അത് നല്ലതേ എന്ന്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന തത്വമസി അത് സുകുമാരൻ നായർക്കും ഒന്നും ബോധ്യപ്പെടുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പൊ അങ്ങ് പറയുന്നത് പോലെ NSS മാത്രമല്ല, NSSന്റെ പ്രവർത്തകർ നാമജപഘോഷയാത്രയുമായി അവിടെ വന്നു. അത് വലിയ സമരത്തിലേക്ക് അതിനെ നയിച്ചു. അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിലൊന്നും എനിക്കെതിരെ അഭിപ്രായമില്ല. പക്ഷെ നോക്കൂ, കോടതിയെ സമീപിച്ച ആരൊക്കെയാണ്? ഒന്ന് NSSും രണ്ട് കോൺഗ്രസുമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തുന്നതും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതും കോൺഗ്രസും NSSും തന്നെയാണ്. ഒരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷേ സർക്കാർ ഇങ്ങനെ ഒരു നാമജപ ഘോഷയാത്ര നടത്തുമ്പോൾ അന്ന് സമരം ചെയ്ത എത്ര NSS പ്രവർത്തകർ, NSSന്റെ മെമ്പർമാരായിട്ടുള്ള എത്രയോ പേർ ഇന്നും കേസിൽ
കേസ് PDPP അടക്കമുള്ള ആക്ടിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നുണ്ട്, കോൺഗ്രസ് കോടതി കയറി ഇറങ്ങുന്നുണ്ട്, അവിടുത്തെ വിശ്വാസികൾ ഇറങ്ങുന്നുണ്ട്. ആ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണ്ടേ? ഇതാ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ ആദ്യം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. അപ്പൊ കോടതിയിലെ വിധി പോലും അങ്ങനെയല്ല, വളരെ കൃത്യമായി പറഞ്ഞു, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മല കയറുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കോടതി എത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് മല കയറ്റി കളയണം എന്ന് കോടതിയുടെ വിധി ഇല്ല. പക്ഷേ അവിടെ മല കയറിയവർ ആരൊക്കെയാണ് എന്നും അവരുടെ പിൻകാലങ്ങളിലും മുൻകാലങ്ങളിലും ഉണ്ടായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ചായ്വും സംസാരവും എന്താണ് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് നവകേരള ശില്പിയാവാൻ വേണ്ടി, അതായത് ഇപ്പൊ ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെ, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ പോലെ, ചാവറയച്ചനെ പോലെ ഞാനും ഒരു ഇതാണ് എന്ത് നവകേരളത്തെ സൃഷ്ടിച്ച ശില്പിയാണ് എന്ന് നാളെ ചരിത്രത്തിൽ പഠിക്കാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം 6ന്റെ കാലത്ത് നടപ്പിലാക്കി, അത് പിണറായി വിജയൻ കാലത്ത് നടപ്പിലാക്കി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ വസന്ത്, ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിന്നീട് നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, അന്ന് ശരിയാണ് വലിയ തോതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടുവെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന ചരിത്രമൊന്നും പ്രധാനപ്പെട്ടതായി മാറുമോ? ഇവിടെ ഇതാ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തിയിട്ടാകട്ടെ, അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടല്ല എന്ന് തന്നെ ഇടതുപക്ഷം ആവർത്തിക്കുമ്പോൾ പോലും സമുദായ സംഘടനകൾ, അതിലേറ്റവും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഹൈന്ദവ സംഘടനകളിലെ പ്രബലമായ 2 വിഭാഗങ്ങൾ, അവർക്കിപ്പോൾ ഇടതിനോട് തന്നെ താല്പര്യമെന്ന് പൊതുവിൽ ആ 2 വിഭാഗത്തിന്റെയും നേതാക്കൾ തുറന്നു പറയുകയാണല്ലോ. അല്ല KP നോക്കൂ, SNDP യോഗം ജനറൽ സെക്രട്ടറി എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകനെ BJP-യിൽ പറഞ്ഞുവിട്ട് ഒരു മുന്നണി കക്ഷി ഉണ്ടാക്കുന്ന കാലത്ത് പോലും അദ്ദേഹം ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് പിണറായി വിജയനും അനുകൂലമായി സംസാരിക്കുന്ന ആളാണ്. NSS മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് NSSന്റെ പ്രവർത്തകർ ഇന്നും കോടതി കയറി ഇറങ്ങിയാണ്. സർക്കാരിനൊരു വീണ്ടും വിചാരം ഉണ്ടായെങ്കിൽ അത് നല്ല കാര്യം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരിന് വീണ്ടും വിചാരം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ശ്രീ KP. നോക്കൂ, അത് എന്നാണ് ഉണ്ടായത്? അങ്ങ് പറഞ്ഞതുപോലെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട അടക്കമുള്ള സീറ്റിൽ ഞാൻ വോട്ട് ചെയ്യുന്ന എന്റെ ലോക്സഭാ മണ്ഡലമാണ്. പത്തനംതിട്ട അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സർക്കാരിന്, വലിയ പരാജയം. അവരുടെ കാലിച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു, അവിടേക്ക് BJP കടന്നു വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടായ സമയത്ത് തന്നെ CPM ആ കാര്യത്തിൽ മറിച്ച് ചിന്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യം. അങ്ങനെ സ്ത്രീ പ്രവേശനം ഇനി ധൃതി പിടിച്ച് നടത്തേണ്ട എന്ന് മാത്രമല്ല, ആരെയും ഉന്തിത്തള്ളി ഇരുപിടിക്കൊട്ട് ആരെയും തലയിൽ വെച്ച് മല കയറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അത് നല്ല കാര്യം, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. പക്ഷേ ശ്രീ KP നോക്കൂ, അങ്ങനെ ആ തീരുമാനം എടുക്കുമ്പോ അതിന് മുമ്പ് ആ തീരുമാനം എടുത്തതിന്റെ പുറത്തുണ്ടായ പ്രത്യാഘാതങ്ങളുണ്ട്, അത് പരിഹരിക്കണ്ടേ? താങ്കൾ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെട്ടു വരുന്നു എന്നത് തന്നെയാണ്. അത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിന്റെ ക്ഷീണമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനല്ലേ എന്നുള്ളതാണ് സംശയം. ഒരിക്കലുമില്ല. അരിയാഹാരം കഴിക്കുന്ന ഭക്തർക്കും അരിയാഹാരം കഴിക്കുന്ന അയ്യപ്പ വിശ്വാസികൾക്കും വളരെ കൃത്യമായി മനസ്സിലാവും ഇത് വോട്ടിന് വേണ്ടിയുള്ള പണിയാണെന്ന്. അതുകൊണ്ടാണല്ലോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട്, ഈ പറയുന്ന ബാക്കി സംസ്ഥാനങ്ങൾ ശരിയാണ്. താങ്കൾ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരോ പ്രതിനിധികളോ എത്താത്തതിനെ കുറിച്ചായിരിക്കാം. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം.